കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ഇന്ന് 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? വെരി ഈസി അല്ലേ? എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസിനും ഫുൾ മാർക്സ് മേടിക്കും. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയാലോ? നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി, ലിസൺ ആൻഡ് ഡു. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ഷീ സേസ്. ടീച്ചറിനെ ശ്രദ്ധിക്കുക, ടീച്ചർ എന്താണോ പറയുന്നത് അത് ചെയ്യുക. എന്തായിരുന്നു? ഒരു ഗെയിം ആയിരുന്നു അല്ലേ? 1 2 3 4 5 ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? കൗണ്ട് ചെയ്തു 1 2 5 വരെ അല്ലേ? 1 വരുന്നവരെല്ലാവരും ഒരു ഗ്രൂപ്പ്, 2 വരുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്, 3 വരുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്, 4 വരുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്, 5 വരുന്നവരെല്ലാം മറ്റൊരു ഗ്രൂപ്പ്. അങ്ങനെ ഗ്രൂപ്പ് തിരിച്ചു അല്ലേ? എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് തന്നു? കുറച്ച് പിക്ചേഴ്സ് ഉള്ള എന്ത് തന്നു? ബാഗ് തന്നു. ബാഗ് തന്നില്ലേ? യെസ്. ടീച്ചർ നമ്പർ വിളിക്കും. നമ്പർ വിളിക്കുക എന്താ? നമ്പർ 1. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്യും? ആ ബാഗിനുള്ളിലെ ഒരു ഐറ്റത്തിൻ്റെ പേര് പറയും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ബാഗിൽ നിന്നും എടുക്കണോ അല്ലേ? എടുത്ത് ടീച്ചറിൻ്റെ കൊടുക്കണമായിരുന്നു അല്ലേ? അപ്പോൾ അത് നല്ലതുപോലെ ചെയ്യണം, നല്ല ആക്റ്റീവായിട്ട് ചെയ്യണം. കറക്റ്റ് പിക്ചർ എടുക്കണം. അതൊക്കെ കറക്റ്റായി. ഇപ്പോൾ റെഡ് ബോൾ പറഞ്ഞാൽ റെഡ് ബോൾ എടുക്കണം, ബ്ലൂ ബസ് പറഞ്ഞാൽ ബ്ലൂ ബസ്സിൻ്റെ പിക്ചർ എടുക്കണമായിരുന്നു, റെഡ് കാർ പറഞ്ഞാൽ റെഡ് കാറിൻ്റെ പിക്ചർ എടുക്കണം. അങ്ങനെയാണല്ലോ? യെസ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു. പാരറ്റും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു അല്ലേ? അപ്പോൾ ഫുൾ മാർക്സ് കിട്ടിയില്ലേ അതിൽ? യെസ്. അപ്പോൾ ആക്ടിവിറ്റി 1 നിങ്ങൾ നല്ലതുപോലെ ചെയ്തു. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 എന്തായിരുന്നു? വാട്ട് ഡസ് ദ മങ്കി സേ. മങ്കി എന്താണ് പറഞ്ഞത്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ പഠിച്ചതാണ്. അവിടെ എന്ത് ചെയ്തു? ഒരു അപകടം നടന്നു, ആക്സിഡന്റ് നടന്നു. അപ്പോൾ ബസ് എന്ന് പറഞ്ഞു ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ്, നിന്റെ തെറ്റാണ്. അപ്പോൾ കാർ എന്ന് പറഞ്ഞു നോ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ മിസ്റ്റേക്കാ. അവർ മാത്രമാണോ അവിടെ ഉള്ളത്? ഇല്ല. ദാ ദൂരെ ആരുണ്ട്? സ്ക്യൂറൽ അണ്ണാനുണ്ട്, കൗ പശുവുണ്ട്, ഡക്ക് താറാവുണ്ട്, മങ്കി കുരങ്ങനുണ്ട്. അവരെന്ത് ചെയ്യാ? ആരാണ് തെറ്റുകാർ എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. നമ്മുടെ കൗ പറഞ്ഞു ഇറ്റ്സ് ദ മിസ്റ്റേക്ക് ഓഫ് ദ ബസ്, ഇത് ബസ്സിന്റെ മിസ്റ്റേക്കാ. അപ്പോൾ മങ്കി എന്ത് പറഞ്ഞു? നോ ഇറ്റ്സ് ദ കാർസ്, ഇത് കാറിന്റെ എന്താ മിസ്റ്റേക്കാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് എഴുതിയോ? ഇത് കാറിന്റെ മിസ്റ്റേക്ക് ആണെന്ന് മങ്കി പറഞ്ഞു. മങ്കി സമ്മതിച്ചു കൊടുത്തില്ല. എന്തായിരുന്നു പറഞ്ഞേ? നോ ഇറ്റ് ഈസ് ദ കാർസ്, ഇത് കാറിന്റെ മിസ്റ്റേക്കാണ്. ഇത് കറക്റ്റായിട്ട് എഴുതിയല്ലോ. ഇതായിരുന്നു 2ാമത്തെ ആക്ടിവിറ്റി. ഇനി 3ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. കളർ ആൻഡ് മാച്ച്. ലുക്ക് അറ്റ് ദ ടേബിൾ. ഈ ടേബിൾ നോക്കുക. റീഡ് ആൻഡ് കളർ ദ പിക്ചേഴ്സ് സ്യൂട്ടബിളി. Draw a line and join them. ഇത് നിങ്ങൾ ടീച്ചർ സഹായിച്ചിട്ടുണ്ടാവും. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളേ? എ ഗ്രീൻ മാംഗോ. ഇവിടെ പിക്ചേഴ്സിന് കളർ നൽകിയിട്ടുണ്ടോ? നോ. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രീൻ മാംഗോ എന്ന് പറയുമ്പോൾ മാംഗോക്ക് എന്ത് കളർ നൽകണം? ഗ്രീൻ കളർ നൽകണം. ദാ ഇതുപോലെ കൊടുത്തില്ലേ? യെസ്, കൊടുത്തു. അപ്പോൾ ഈ ഗ്രീൻ മാംഗോയിൽ നിന്നും ഈ ഗ്രീൻ മാംഗോയിലോട്ട് പിക്ചറിലോട്ട് എന്ത് ചെയ്യണം? ഒരു ലൈൻ മാച്ച് ചെയ്യണം, ജോയിൻ ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് കളർ നൽകണം, അതോടൊപ്പം മാച്ചും ചെയ്യണം.
ടീച്ചർ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഇംഗ്ലീഷിൻ്റെ എക്സാം ക്ലാസ്സസ് ഒത്തിരി എടുത്തു. അതിലെല്ലാം ടീച്ചർ ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തില്ലേ? യെസ്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ലേ? ബസ്, ജീപ്പ്, സ്കൂട്ടർ. യെസ്, അതുപോലെ തന്നെ എ ഗ്രീൻ മാംഗോ, ഗ്രീൻ മാംഗോയിലേക്ക് ലൈൻ വരച്ചു. എ റെഡ് ബസ്, അപ്പോൾ ബസ്സിന് എന്ത് കൊടുക്കണം? റെഡ് കളർ നൽകണം. എ റെഡ് ബസ്, റെഡ് ബസ് ആണ്, ചുവന്ന ബസ്. അപ്പോൾ ബസ്സിന് റെഡ് കളർ കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ടേക്ക് വരയ്ക്കുക, ജോയിൻ ചെയ്യിക്കുക. അതായിരുന്നു അടുത്തത്. എ ബ്ലാക്ക് എലിഫന്റ്, എലിഫന്റ് എവിടാ? ഇതാ ഇവിടെയുണ്ട്. എലിഫന്റിന് എന്ത് കളർ നൽകണമായിരുന്നു? ബ്ലാക്ക്. ബ്ലാക്ക് കളർ നൽകിയ ശേഷം ഈ ബ്ലാക്ക് എലിഫന്റിൽ നിന്നും ഈ എലിഫന്റിലോട്ട് വരയ്ക്കുക. എ ബ്ലൂ ജീപ്പ്, ജീപ്പിന് ഏത് കളർ നൽകണമായിരുന്നു? ബ്ലൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്നും എന്നിട്ട് ബ്ലൂ ജീപ്പിലേക്ക് വരയ്ക്കുക. അങ്ങനെ കളർ ചെയ്യണം, അതോടൊപ്പം ജോയിൻ ചെയ്യുകയും വേണം. കളർ ആൻഡ് മാച്ച്, ഇതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. ഇതും എല്ലാവരും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് ഇല്ലേ? യെസ്, ഓക്കെ. അടുത്ത ആക്ടിവിറ്റി ഏതാ? റീഡ് ആൻഡ് കംപ്ലീറ്റ്. ഇതും ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റീഡ് ആൻഡ് കംപ്ലീറ്റ്. സെലക്ട് ഫ്രം ദ ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ്. ദാ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് ഇവിടെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ദ എലിഫന്റ് ഹാസ് ഡാഷ് ഇയേഴ്സ്. Elephant has a ring ears? No. Big ears? Yes, elephant has big ears. വലിയ ചെവികളുണ്ട്. The giraffe has, ജിറാഫിന് എന്തുണ്ട്? A ring? No. Big? No. Long legs? Yes, long legs. ജിറാഫിന് നീളമുള്ള കാലുകളുണ്ട്. The sparrow has, സ്പാരോയ്ക്ക് എന്താ ഉള്ളേ? റിംഗ് ആണോ, ബിഗ് ആണോ, ലെഗ്സ് ആണോ, വീൽസ് ആണോ, ബീക്ക് ആണോ? എന്താ ഉള്ളേ? ബീക്ക്, ചുണ്ട്. The sparrow has a small beak, ചെറിയ ചുണ്ടുണ്ട്. കണ്ടോ, ചെറിയ ചുണ്ട്. A small beak. The parrot has, പാരറ്റിന് എന്തുണ്ട്? ടീച്ചർ പറഞ്ഞു തന്നു. എന്തുണ്ട്? അവിടെ നോക്കി, കഴുത്തിൽ എന്തുണ്ട്? A ring. എന്തുണ്ട്? A ring. The auto rickshaw has, ഓട്ടോറിക്ഷയ്ക്ക് എന്താ ഉള്ളത്? വീൽസ് ആണ് അല്ലേ? എത്ര വീൽസാ? 3 വീൽസ്. ദ ഓട്ടോറിക്ഷ ഹാസ് 3 വീൽസ്. അപ്പോൾ ദ എലിഫന്റ് ഹാസ് ബിഗ് ഇയേഴ്സ്, ദ ജിറാഫ് ഹാസ് ലോങ് ലെഗ്സ്, ദ സ്പാരോ ഹാസ് എ സ്മോൾ ബീക്ക്, ദ പാരറ്റ് ഹാസ് എ റിംഗ്, ദ ഓട്ടോറിക്ഷ ഹാസ് 3 വീൽസ്. ചെയ്തുവല്ലോ? യെസ്. അഞ്ചാമത്തത് ആഡ് എ ലൈൻ. ലൈൻ ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്താ ടീച്ചർ പറഞ്ഞിരുന്നേ? ഇത് ടീച്ചർ പാടിത്തന്നു അല്ലേ? നിങ്ങൾക്ക് ചില ടീച്ചേഴ്സ് പാടിത്തന്നു, ചിലർ എന്ത് ചെയ്തു? ബോക്സിൽ ഈ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു. കേൾപ്പിച്ചില്ലേ? യെസ്. ഇവിടെ എന്തൊക്കെയുള്ളേ? സ്മോൾ കാർ, അതിൻ്റെ സൈസ് പറയുന്നുണ്ട്. ടൂട്ട് അതിൻ്റെ സൗണ്ട് പറയുന്നുണ്ട്. ബ്ലൂ കാർ, അതിൻ്റെ കളർ പറയുന്നുണ്ട്. സൈസ്, സൗണ്ട്, കളർ. ഓക്കെ. കാർ, സ്മോൾ കാർ. Toot car, car blue car runs on the road. ഇവിടെ എന്താ? ബസ്, ബസ് ബിഗ് ബസ്, ഹോങ് ഹോങ് ബസ്, ബസ് ഗ്രീൻ ബസ് runs on the road. ഇവിടെ ബിഗ് ബസ്, ഹോങ് ഹോങ് സൗണ്ട്, ഗ്രീൻ എന്താ? കളർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജീപ്പ്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ജീപ്പ്, സ്മോൾ ജീപ്പ്. ടൂട്ട് ജീപ്പ്. ജീപ്പ് കളർ പറയാ. എന്താ പറയാ? ബ്ലൂ ജീപ്പ്. ജീപ്പ്, ബ്ലൂ ജീപ്പ് റൺസ് ഓൺ ദ റോഡ്. ഓക്കെ, കറക്റ്റായിട്ട് ചെയ്തില്ലേ? ബ്ലൂ ജീപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എഴുതായിരുന്നു കേട്ടോ. ബ്ലൂ എന്ന് മാത്രമല്ല, റെഡ്. നിങ്ങൾക്കിപ്പോൾ ബ്ലൂ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ബ്ലൂ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം? എഴുതാം. നമ്മൾ നോർമലായിട്ട് ബ്ലൂ ജീപ്പ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്തില്ലേ? യെസ്, ചെയ്തു. അപ്പോൾ എക്സാം ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കണ്ടേ? എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. ടീച്ചർ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്, കാണുക. എന്നിട്ട് എക്സാം നല്ലതുപോലെ എഴുതുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്.
താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.